കൂന്തൽ റോസ്റ്റിന് കറിവേപ്പില, കൂന്തൽ, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി. പാൻ ചൂടായ ശേഷം നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊന്ന് ചൂടായ ശേഷം ഒരു കരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുക, നീളത്തിൽ നേർങ്ങനായിട്ട് അരിഞ്ഞത്. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് വഴറ്റിയാൽ വേഗം വഴണ്ടി വരും കേട്ടോ. എന്നിട്ട് അതിലേക്ക് ക്രഷ് ചെയ്ത് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ചീരകം ഈ 3 ഇട്ടിട്ട് ക്രഷ് ചെയ്തതിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതിന് ശേഷം അതെല്ലാം ഒന്ന് മാറിയ ശേഷം നമുക്ക് പൊടികളിടാം. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി. നമ്മൾ മെയിനായിട്ട് ഞങ്ങൾക്കൊക്കെ കുരുമുളക് നല്ല ഇഷ്ടമാണ്. അത് ശരീരത്തിന് നല്ലതാണ്, മുളക് പൊടി പോലെയല്ല. അത് കാരണം കുരുമുളക് പൊടി കുറച്ച് അധികം ഇട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴറ്റുക. അതെന്ന് വെച്ചാൽ അതിൻ്റെ പച്ചമണം മാറണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുള്ളൂ. അതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. നല്ലോണം വഴണ്ടി വന്നതിന് ശേഷം ആദ്യം ഒന്ന് വെള്ളമൊന്നും ചേർക്കാണ്ട് അടച്ച് വെക്കണം കേട്ടോ. അടച്ച് വെച്ചിട്ട് വേവിച്ചതിന് ശേഷം കുറച്ചൊന്ന് തക്കാളി വെന്തതിന് ശേഷം വേണം നമ്മൾ അതിൽ വെള്ളം ഒഴിച്ചിട്ട് ബാക്കി വേവിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടച്ച് വെച്ചിട്ട് കണ്ട അത് ശരിയായിട്ട് വെന്തിട്ടുണ്ട്. അതിന് ശേഷം അതിൽ നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കൂന്തൽ നല്ല ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് മുറിച്ച് വെച്ചതാണ്. അതിട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. ഉപ്പിടണം. ഉപ്പിട്ടിട്ട് കണക്കായ ഉപ്പ്, നമ്മളെ പാകത്തിനുള്ള ഉപ്പും, എന്നിട്ട് വെള്ളം ഒഴിക്കുക. വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളിത് വേവാൻ കണക്കായ വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുറച്ച് കറിവേപ്പില ഇട്ടാൽ നല്ലത്. എന്നിട്ട് വേവിക്കുക. നല്ല ടേസ്റ്റാണ് ഇത്. റോസ്റ്റൊക്കെ ഇപ്പം ചപ്പാത്തി, ചോറ് അതിൻ്റെ കൂടെ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ്. മെയിൻ എന്ന് പറഞ്ഞാൽ ഈ പെരിഞ്ചീരകമൊക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, യഥാർത്ഥ ടേസ്റ്റ് കിട്ടും. ഇതൊക്കെ കറിവേപ്പില നല്ല നാടൻ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റോടെ കഴിക്കാം. ഇത് അടച്ച് വെച്ചിട്ട് നല്ലോണം വേവിച്ചിട്ട് തിളച്ച് വരുമ്പോൾ ഒരു പ്രത്യേക അതിൻ്റെ ചാറോടെ വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഇപ്പം തന്നെ എടുക്കാം. പക്ഷേ കുറച്ചുകൂടി കുറുക്കി വരുമ്പോഴാണ് നല്ല റോസ്റ്റായിട്ട് കിട്ടും. നല്ല പച്ച വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. ഒരു പ്രത്യേക മണം. ഇപ്പം തന്നെ നല്ല മണം വരുന്നുണ്ട്. ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഈ കുരുമുളകും അതുപോലെ പെരിഞ്ചീരകവും കറിവേപ്പിലേൻ്റെ ഒക്കെ ഒരു പ്രത്യേക മണവും ടേസ്റ്റും ആയിരിക്കും. നല്ല നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് ഗ്രേവി മാത്രമേ ഉള്ളൂ. നമുക്ക് കണക്കായ അത്ര പോരെ മാത്രമേ ഉള്ളൂ, കണക്കായ രീതിയിൽ. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. താങ്ക് യു. ഇതാണ് കൂന്തൽ റോസ്റ്റ്.